ഇത്രയും ബിൽഡപ്പിന്റെ കാര്യമില്ല. ആ പറഞ്ഞതിന് കാര്യം എനിക്ക് തന്നെ ബിൽഡപ്പിന്റെ കാര്യം. ഞാൻ എംഎൽ ലൂക്ക് മാനുവൽ. ഞാൻ ടോപ്പ് ദേവ് മാനുവൽ. എന്നെ പച്ചക്കറിക്കടയിൽ കയറി 2 കിലോ ബീഫ് ചോദിച്ചതിന് കടക്കാരടിച്ചിട്ടുണ്ട്. എന്നെ വരിച്ചടക്കിന് എന്ന് പാടിയതിന് നാട്ടുകാരിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ISL ടീം ബാറ്റിൽ. അപ്പോ ഞാൻ ആദ്യം ടീമിനെ പറയാം. റോബോടെക്സ് മാറിപ്പോകോ. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. കോച്ച് മൊളിന. പ്രധാനപ്പെട്ട താരം ഓസ്ട്രേലിയയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഡിമിട്രിയോസ് പെട്രാറ്റോസ്. കഴിഞ്ഞ 2 സീസണിലും ISLൽ കളിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം മലയാളി താരം മോഹൻ ബഗാനിലേക്ക് വീട് മാറ്റിയിരുന്നു. സഹൽ അബ്ദുൾ സമദ്. കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാൻ ആയിരുന്നു ലീഗ് ഷീൽഡ് വിന്നേഴ്സ്. ആദ്യത്തെ പരിപാടി, ഈ ടയറിനിട്ട് ബോൾ കൊള്ളിച്ചാലും അല്ലെങ്കിൽ ആ ബക്കറ്റിട്ട് ബോൾ കൊള്ളിച്ചാലും ആ ടീം ക്വാളിഫൈ ആവും. അപ്പൊ ആദ്യം മോഹൻ ബഗാൻ. ഗൈസ്, എന്റെ കാര്യം നീര് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഏതൊക്കെ ടീം ജയിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ടോമിന്റെ ടീമിന് ജയിക്കും ഉറപ്പാണ്. അവനൊരു പ്രശ്നമില്ല. അപ്പം അടുത്ത ടീം ഹൈദരാബാദ് FC. പ്രത്യേകിച്ച് താരങ്ങളെ ആരും സൈ ചെയ്തിട്ടില്ല. റോബോട്ടിനെ പോലെ പറയണ്ട, അത് കാണുന്നവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ ഇനി റോബോട്ടിനെ പോലെ പറയുന്നില്ല. ഞങ്ങൾ റോബോട്ടിനെ പോലെ പറയാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അപ്പൊ ഇവൻ അവന്റെ കാശ്മീരായിട്ട് അവന് തോന്നുന്ന പോലെ ഹൈദരാബാദിനെ കുറിച്ച് പറയാൻ പോലെ. അപ്പൊ ഹൈദരാബാദിന്റെ ഹെഡ് കോച്ച് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഇന്ത്യക്കാരനായ തങ് ബോയ് സിംഗോ ആണ്. ഞാൻ പറയാം, താന്തോന്നി സിന്ധോ. സിന്ധോ. പിന്നെ വലിയ താരങ്ങൾ ആരും സൈൻ ചെയ്തിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം. പിന്നെ ഹൈദരാബാദ് FCക്ക് എല്ലാപ്പോഴത്തെയും പോലെ ഈ സീസണിൽ ഒരു ഫിഫ ബാൻ ലഭിച്ചിട്ടുണ്ട്. ടോട്ടൽ 10 ഫിഫ ബാനോളം ഹൈദരാബാദ് FCക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ISLലെ കപ്പടിച്ചിട്ടുണ്ട്. അത് നമ്മുടെ സ്വന്തം നാടായ കേരള ബ്ലാസ്റ്റേഴ്സിനെ തോപ്പിച്ചാണ് ഫൈനലിൽ കപ്പടിച്ചത്. വളരെ സങ്കടകരമായ കാര്യമാണ്. ഹൈദരാബാദ് അടുത്തത് കേരള ബ്ലാസ്റ്റേഴ്സ് FC. സീസണിൽ ഒരു പുതിയ കോച്ച് ഉണ്ട്, പേര് മൈക്കിൾ സ്റ്റാർ. എനിക്ക് കേൾക്കുമ്പോൾ സങ്കടം വരുന്നത് കാരണം ഇവാനാശാൻ നമുക്ക് മറക്കാൻ പറ്റില്ല. ഇവാനാശാൻ എനിക്ക് പങ്കില്ല, സോറി. ഓക്കെ, പിന്നെ പ്രധാനപ്പെട്ട താരം ഈ സീസണിലെ പ്രധാനപ്പെട്ട താരം, എല്ലാ സീസണിലും പ്രധാനപ്പെട്ട താരം, എല്ലാ ഫാൻസിനും ഏറ്റവും പ്രിയപ്പെട്ട അഡ്രിയാൻ ലൂണ. ഇതേവരെ ഒരു കപ്പില്ല, ഇതേവരെ ഒരു ഷീൽഡ് ഇല്ല. അതിന് വളരെ സങ്കടമുണ്ട്. ഞാൻ കേരളം കളിയാക്കിയതല്ല, സത്യം വിളിച്ച് പറയുമ്പോൾ മുഴുവൻ അങ്ങോട്ട് വിളിച്ച് പറയാണല്ലോ. ഒരു വമ്പ സ്ട്രൈക്കറിനെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്, പേര് ജീസസ് ജിമീനസ്. നന്നായിട്ട് കളിച്ചാൽ മതിയായിരുന്നു. ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. 3 ഫൈനൽ കളിച്ചിട്ടുണ്ട്. എല്ലാ ഫൈനലും നാണങ്ങടെ തോറ്റിട്ടുണ്ട്. നാണങ്ങടെ അല്ല, അടിപൊളിയായിട്ട് കളിച്ചാണ് തോറ്റിരിക്കുന്നത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ഇവിടെയും ഫൈനൽ എത്തുമെന്ന് നോക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ്. Yes, Blasters! അടുത്ത ടീം മുഹമ്മദ് NSC. അതായത് നമ്മുടെ ISL സീസണിലെ 11ാം സീസണിലേക്ക് പുതിയതായിട്ട് ഐ-ലീഗിൽ നിന്ന് ചാമ്പ്യൻസ് ആയി കയറി വന്നിരിക്കുന്ന ടീമാണ് മുഹമ്മദ് NSC. അതായത് കൊൽക്കത്തയിൽ നിന്നുള്ള 3ാമത്തെ ടീം. അതായത് മുഹമ്മദ് NSCയുടെ കോച്ച് എന്ന് പറയുന്നത് ആന്ധ്ര ചെർണിഷോവാണ്. പിന്നെ അവരുടെ മുഖ്യ താരങ്ങൾ എന്ന് പറയുന്നത് ISL എക്സ്പീരിയൻസ് ഉള്ള ഫോറിനേഴ്സ് ആരും ഇല്ലാത്ത ഒരു ടീമാണ് മുഹമ്മദ് NSC. പിന്നെ അവരുടെ മെയിൻ സ്ട്രൈക്കർ എന്ന് പറയുന്നത് സിസാർ ലോബി മൻസോക്കി എന്ന DRC കോങ്കോയിലെ പ്ലെയറാണ്. മുഹമ്മദ് NSC. I see. Okay. അടുത്ത ടീം ബംഗളൂരു FC, ഓൾസോ നോൺ ആസ് ബിരിയാണി FC. അതെ, ബംഗളൂരു എന്ന് പറയുമ്പോൾ എല്ലാം എനിക്ക് വരുന്ന ദേഷ്യത്തിന് സൺഗ്ലാസ് എടുത്തെടുത്ത് പൊട്ടിക്കാനുള്ള ദേഷ്യം എനിക്ക് വരും. പക്ഷേ എനിക്കൊരു സൺഗ്ലാസ് എടുത്ത് പൊട്ടിക്കാൻ പറ്റില്ല, ഓൾറെഡി പോയിരിക്കും. ഓക്കെ, ബംഗളൂരു FCയുടെ ഈ സീസണിലെ കഴിഞ്ഞ സീസണിലെ കോച്ച് ജെറാർഡ് സറഗോസയാണ്, സ്പാനിഷ് കോച്ചാണ്. ഒരു പ്രധാനപ്പെട്ട താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് മുംബൈ സിറ്റിയിലോട്ട് പോയി അവിടെ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറേ കളിയാക്കി എല്ലാ ഫാൻസിന്റെയും ചീത്ത കേട്ട ഓരോ പെരേര ദിയാസ്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. നമ്മുടെ ഇന്ത്യയുടെ ഓൾ ടൈം ടോപ്പ് സ്കോറർ സുനിൽ ഛേത്രി കളിക്കുന്ന ടീമാണ് ബംഗളൂരു. സുനിൽ ഛേത്രി എന്ന് പറയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് അറിയാലോ. അന്ന് എലിമിനേറ്ററിൽ സുനിൽ ഛേത്രി ഫ്രീ കിക്ക് അടിച്ച് ഗോൾ അടിച്ചത് എല്ലാവർക്കും ഓർമ്മയില്ലേ? ബംഗളൂരു FC. അപ്പൊ അടുത്ത ടീം ചെന്നൈയിൻ FC. അതായത് എനിക്ക് വലിയ ഇഷ്ടമുള്ള ടീമാണ്, എന്നാലും പറയാതിരിക്കാൻ പറ്റത്തില്ല. ചെന്നൈയിൻ FCയുടെ കോച്ച് എന്ന് പറയുന്ന എക്കാലത്തെ അവരുടെ മികച്ച കോച്ചുകളിലൊന്നായ ഓവൻ ഗോയലാണ്. പിന്നെ അവരുടെ മുഖ്യ താരങ്ങളിലൊന്നാണ് ജംഷഡ്പൂരിൽ നിന്ന് ഈ സീസണിൽ കടത്തിയെടുത്തിരിക്കുന്ന ചീമ ചുക്കു. പിന്നെ ചെന്നൈയിൻ FCയെ സംബന്ധിച്ച് മുഖ്യ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇല്ലാത്ത അവർക്കുണ്ട്, 2 കപ്പുകൾ ISL കപ്പ്. ചെന്നൈയിൻ FC എനിക്ക് ഇഷ്ടമില്ല. FC.
അടുത്തത് മുംബൈ സിറ്റി എഫ് സി. കോച്ച് പീറ്റർ ക്രാക്കി. കഴിഞ്ഞ സീസൺ ഫൈനലിൽ മുഹമ്മദാനെ 3-1 എടുത്തിട്ടടിച്ച ഒരു ടീമായിരുന്നു മുംബൈ സിറ്റി എഫ് സി. അതേ കോച്ചാണ് ഈ സീസണിലും കോച്ചിനെ നിലനിർത്തിയിരിക്കുകയാണ്. കുറെ കാശ് വാരി എറിഞ്ഞ് കാണും. പിന്നെ ഈ സീസണിൽ ഒരു പുതിയ സ്ട്രൈക്കറിനെ അവിടെ നിന്ന് തട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. പേര് നിക്കോസ് കരേൽസ്. നല്ല അടിപൊളി സ്ട്രൈക്കറാണ്. പക്ഷേ കഴിഞ്ഞ സീസൺ 22 ഗോൾ കാണിച്ചത്. കുഴപ്പമില്ല, അങ്ങനെ സംഭവിക്കും. മെസ്സിക്കോട് അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇത്ര സംഭവിച്ചിട്ടില്ല, സംഭവിക്കും. പിന്നെ അവരുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് ISL കപ്പുകളുണ്ട്, അവർക്ക് ലീഗ് ഷീൽഡുകളുണ്ട്. അപ്പൊ നെക്സ്റ്റ് ടീം ഫോർസ ഗോവ, അതായത് FC ഗോവയുടെ കോച്ച് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ ടീമിന്റെ പുതിയ കോച്ചായിട്ട് നിയമിച്ചിരിക്കുന്ന മനോളോ മർക്കസ് ആണ്. അവരുടെ മെയിൻ താരങ്ങളൊന്നാണ് കഴിഞ്ഞ ദിവസം മോഹൻബാന്റെ ടോപ്പ് സ്കോറർമാരിൽ ഒരാളായിരുന്ന അർമാൻഡോ സഡിക്കു, പിന്നെ ഐക്കർ ഗോരോട്സേന. അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ISL അവർക്കും യാതൊരു കപ്പുകളും ഇല്ല, എന്നാലും ഒരു ഷീൽഡ് ഉണ്ട്. പിന്നെ സൂപ്പർ കപ്പ് കുറേ തവണ അടിച്ചിട്ടുണ്ട്, അതാണ് വലിയൊരു കാര്യം. ഫോർസ ഗോവ. അടുത്തത് ഈസ്റ്റ് ബംഗാൾ FC. ഈസ്റ്റ് ബംഗാൾ ഈ സീസണിലെ കോച്ച് കഴിഞ്ഞ സീസണിലെ കോച്ചായിരുന്ന കാൾ സ്കോഡ്രാത്താണ്. അതേ കോച്ചാണ് ബംഗളൂരു FC കുറേ സീസണെ പരിശീലിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ കഴിഞ്ഞ 2 സീസണായിട്ട് ആ കോച്ചിന്റെ കീഴിൽ ടീമിന്റെ പെർഫോമൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ഈ സീസൺ നല്ലോണം കളിക്കുന്നത്. ഡയമണ്ട് ആക്കോസ്, മാരി തലാൽ, സോൾ ക്രസ്പോ തുടങ്ങിയ എത്ര വമ്പൻ താരങ്ങളുണ്ട്. പിന്നെ കൊൽക്കത്ത ഡെർബി, മുഹമ്മദ് vs ഈസ്റ്റ് ബംഗാൾ. അതാണല്ലോ ലോകത്തെ ഏറ്റവും അടിപൊളി മാച്ചാണ്. നമുക്ക് കാണണം ഈസ്റ്റ് ബംഗാൾ ഇവിടെ ജയിക്കുമോ നമുക്ക് നോക്കാം. ഈസ്റ്റ് ബംഗാൾ FC. അപ്പൊ നെക്സ്റ്റ് ടീം റൗണ്ട് ക്ലാസ് പഞ്ചാബ് FC. കഴിഞ്ഞ സീസൺ മുതലേ തന്നെ ISLലേക്ക് നല്ല കുറേ താരങ്ങളെ സൈൻ ചെയ്ത് കൊണ്ടിരുന്ന ഒരു ടീമായിരുന്നു പഞ്ചാബ് FC. ഈ സീസണിൽ അതുപോലെ തന്നെ പുൽഗ വിദാൽ എന്ന് പറഞ്ഞ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ താരമായ ഒരു ഫുള്ള്, പിന്നെ ലൂക്ക മാച്ചൻ തുടങ്ങിയ നല്ല താരങ്ങളെല്ലാം ടീമിലുണ്ട്. പിന്നെ പനോസ് തിലംബരസ് എന്നാണ് കോച്ചിന്റെ പേര്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC. ഈ സീസണിലെയും കഴിഞ്ഞ സീസണിലെയും ഒരേ കോച്ച് ജുവാൻ പെഡ്രോ ബെനാലി. ഓക്കെ, എന്നിട്ട് ആ ടീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരം ഒരു ഇന്ത്യൻ താരം പാർത്തിക് ഗൊഗോയ്. ലോങ് റേഞ്ച് അടിക്കുന്ന എക്സ്പെർട്ട് ആണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. ഓക്കെ, അപ്പോൾ അടുത്ത ടീം ഒഡീഷ FC. എക്കാലത്തെ പോലെ തന്നെ നല്ല പെർഫോമൻസ് ഈ സീസണിൽ അവർ കളിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്നാലും ആദ്യത്തെ കളി ചെന്നൈയോട് തോറ്റു, കുഴപ്പമില്ല, പോട്ടെ. അവരുടെ കോച്ച് എന്ന് പറയുന്നത് സെർജിയോ ലൊബേര, അതായത് ISL വളരെ റിച്ച് ഹിസ്റ്ററി ഉള്ള ഒരു കോച്ചാണ്. കുറേ ഷീൽഡ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളെല്ലാം നേടിയിട്ടുണ്ട് ISL. പിന്നെ അവരുടെ മുഖ്യ താരം എന്ന് പറയുന്നത് ഫിജിയുടെ ഓൾ ടൈം ടോപ്പ് സ്കോറർമാരുടെ ഒരാളായ റോയ് കൃഷ്ണയും, പിന്നെ ഡിയേഗോ മൗറിഷ്യോ, പിന്നെ ISL ഓൾ ടൈം അസിസ്റ്റ് കിങ് ആയ ഹ്യൂഗോ ബോമസ്. ഒഡീഷ FC. ജംഷഡ്പൂർ FC. ഇന്ത്യൻ കോച്ച് പരിശീലിപ്പിക്കുന്ന ജംഷഡ്പൂർ FC. കോച്ചിന്റെ പേര് കാലിദ് ജാമിൽ. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ISL പരിശീലിപ്പിച്ച നല്ല അടിപൊളി ഹിസ്റ്ററി ഉള്ള അടിപൊളി കോച്ചാണ്. പ്രധാനപ്പെട്ട താരം ബംഗളൂരു FCയിൽ നിന്ന് ഈ സീസണിൽ തട്ടിക്കൊണ്ടുപോയ ഹാവിയർ ഹെർണാണ്ടസ്. സ്പാനിഷ് താരമാണ്. ISL അടിപൊളിയായിട്ട് ഗോൾ അസിസ്റ്റ് ഒക്കെ ഉള്ള ഒരു താരമാണ്. ജംഷഡ്പൂർ. ഇങ്ങ് ദൂരെ നിന്ന് അങ്ങ് ദൂരെയുള്ള കുഞ്ഞു പോസ്റ്റിലേക്ക് ബോൾ അടിച്ച് ഗോളാക്കണം. ഭയങ്കര കുഞ്ഞ്, അതുകൊണ്ട് ഗോളാ ഒരു സാധ്യതയില്ല. പ്രത്യേകിച്ച് എന്നെ കൊണ്ട് ഒരിക്കലും പറ്റില്ല. ലെറ്റ്സ് ഗോ. മോഹൻ ബഗാൻ. Oh my God. Kerala Plastic FC. Yeah, Blasters. There we go. Jamshedpur FC. Oh my good God, എന്താണ് സംഭവിച്ചത്? What was that? North East United. വളരേണ്ടതായിരുന്നു. പക്ഷെ ബോൾ നേർവരി അതായിരുന്നു. പഞ്ചാബ്. അയ്യോ. മുഹമ്മദ് അയ്യോ. ഒഡീഷ. അയ്യോ. ചെന്നൈ FC. ബൈ ബൈ. സോ ഗൈസ്, അടുത്ത പരിപാടി പെനാൽറ്റി ആണ്. വെറും പെനാൽറ്റി ആണെന്നല്ലേ നിങ്ങൾ വിചാരിച്ചത്? എന്നാൽ വെറും പെനാൽറ്റി ആണ്. അല്ല, വെറും പെനാൽറ്റി അല്ല. അപ്പോൾ നമ്മൾ കീപ്പറിനോട് ചോദിക്കും ഏത് സൈഡിലോട്ട് അടിക്കേണ്ടതെന്ന്. കീപ്പർ പറയുന്ന സൈഡിലോട്ട് നമ്മൾ ഗോൾ അടിക്കണം. ഷോട്ട് അടിക്കണം. ഗോളാവില്ല നോക്കാം. ടോമേ, ആദ്യം ഞാൻ കൂടെ Oh my God. ചുമ്മാ ട്രൈ, ചുമ്മാ വിട്ടാ. Oh my God.
ഇത് ഗോളായില്ലെങ്കിൽ നീ പർദീസമാണ്. Oh my god. ഇവിടെ ആരാരും കരയുകില്ല, ചിറികളാരും മറക്കുകില്ല, വലിയ നോമ്പിന്റെ കൈക്കുമ്പളില്ല. What? KVF, KVFC. So, Kerala Blasters fans subscribe. Adios, hasta la vista.